ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് CBSE 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ച് വളരെ എങ്ങനെ നോക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റിസൾട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല. ഞാൻ പബ്ലിഷ് ആവുന്നതിന് മുമ്പ് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ റിസൾട്ട് പബ്ലിഷ് ആകുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നോക്കാനായിട്ട് സാധിക്കും ഫോൺ ഉപയോഗിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിസൾട്ട് ആവുന്നതിന് മുമ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം results.cbse.nic.in ഇത്തരത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അത് ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ സൈറ്റിലെത്താൻ സാധിക്കും. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ വരും CBSE റിസൾട്ട് http://result.cbse.nic.in. ഇനി ആദ്യം വരുന്ന ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരുടെ റിസൾട്ടിൻ്റെ ആ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആവും. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE. അപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ കറണ്ട് ഈവൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ റിസൾട്ട് വരുന്നത്. ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. CBSE ബോർഡ് റിസൾട്ട് ഫോർ ക്ലാസ് 10 ആൻഡ് 12 ലൈക്ലി ടു ബി ഡിക്ലെയർഡ് 20th May. 20 മെയ്യിലാണിത് പബ്ലിഷ് ആവുക. അതിനുശേഷം മാത്രമേ ഈ ഒരു കറണ്ട് ഈവൻറ്റിനെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആ ഒരു സമയത്ത് റിസൾട്ട് പബ്ലിഷ് ആയ ശേഷം ഈ സൈറ്റിൽ പബ്ലിഷ് ആയ ശേഷം മാത്രം ഇവിടെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഇവിടെ കിടക്കുന്ന റിസൾട്ട് 2023 2023 10th ഉണ്ട്, അതുപോലെ 12th ഉണ്ട്, അതിൽ തന്നെ റീവാലുവേഷൻ്റെ ഉണ്ട്, അതുപോലെ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ ഉണ്ട്. ഇതാണ് ഇവിടെ കിടക്കുന്ന റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ ആദ്യം കിടക്കുന്നത് 2023 റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം കിടക്കുന്നത് CTET ജനുവരി 2024 റിസൾട്ട്. അത് ടീച്ചറിൻ്റെ എക്സാമിനേഷനാണ്. സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ ഒരു ടീച്ചർമാരുടെ ഒരു ടെസ്റ്റിൻ്റെ ഒരു റിസൾട്ടാണ് കിടക്കുന്നത്. അത് നിങ്ങളുടെ അല്ല. നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് ഈവൻറ്റിൻ്റെ അവിടെ വരുന്നതായിരിക്കും. ഇനിയും കറണ്ട് ഈവൻറ്റിൻ്റെ അവിടെ കാണുന്നില്ലെങ്കിൽ 2024 റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടാബ് വരും. ആ ടാബിനകത്തിൽ ഇത്തരത്തിലൊരു പേജ് കാണും. അതിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് വരും. ജസ്റ്റ് ഞാനൊരു സംഭവം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരെണ്ണം ഇവിടെ 10th ഒരെണ്ണം ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ 2024 ഓപ്പൺ ചെയ്യുമ്പോഴായാലും ഇത്തരത്തിൽ വരും. എക്സാമിനേഷൻ റിസൾട്ട് 2024 എന്ന് പറഞ്ഞ് വരും. ഇത്തരത്തിൽ നിങ്ങൾ റോൾ നമ്പർ, സ്കൂൾ നമ്പർ, അഡ്മിറ്റ് കാർഡ് ID നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്യൂരിറ്റി പിന്ന് താഴെ കിടപ്പുണ്ട്, അത് അടിച്ചാൽ മതി. ഡേറ്റ് ഓഫ് ബർത്തൊക്കെ DDM YY ഫോർമാറ്റിൽ കറക്റ്റായിട്ട് തെറ്റത് അടിക്കണം. എല്ലാ കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞ ശേഷം ചെക്ക് ചെയ്യുക അടിച്ചത് കറക്റ്റാണോന്ന്. ശേഷം സെക്യൂരിറ്റി പിന്നും അടിച്ച് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കും. ഇത് 2023 ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നെയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് 2024 ഇവിടെ വരുമ്പോഴത്തേക്ക് റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ കിടപ്പുണ്ട് CBSE ബോർഡ് റിസൾട്ട് ക്ലാസ് 10ഉം 12ഉം വരുന്നത് 2024 May 20th ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ മാക്സിമം കൂട്ടുകാരിലേക്കും നിങ്ങൾ റിസൾട്ടൊക്കെ നോക്കി നിൽക്കുന്ന ബന്ധുക്കളിലേക്കോ ഷെയർ ചെയ്ത് വിടുക. കാരണം റിസൾട്ടൊക്കെ നോക്കാൻ റെഡിയായി നിൽക്കുന്നവർ ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.